ഇപ്പോൾ പച്ചമാങ്ങയൊക്കെ ധാരാളം കിട്ടുന്ന സമയമായതുകൊണ്ട് തന്നെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരുപാട് നാൾ കേടാകാതിരിക്കുന്ന നല്ലൊരു കടുമാങ്ങ അച്ചാറാണ്. വളരെ എളുപ്പത്തിൽ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പഴമയുടെ രുചിക്കൂട്ടിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ കടുമാങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. അച്ചാർ ഉണ്ടാക്കാനായി ഞാനിവിടെ 2 പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്കൊന്ന് നുറുക്കിയെടുക്കാം. കടുമാങ്ങ അച്ചാറിന് വളരെ ചെറിയ കഷ്ണങ്ങളായാണ് നമ്മൾ മാങ്ങ അരിഞ്ഞെടുക്കേണ്ടത്. ഏകദേശം ഈ ഒരു കനത്തിലും സൈസിലുമാണ് നമ്മൾ അരിഞ്ഞെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് വെക്കാനുണ്ട്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് അധികം ആവശ്യമില്ലാത്തവരാണെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമ്മൾക്കൊന്ന് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് മാങ്ങയും ഉപ്പുമൊക്കെ നന്നായി പിടിച്ച് മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായി ഊറി വരും. ഇനി നമ്മൾക്ക് കടുമാങ്ങയ്ക്കുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കുടം വെളുത്തുള്ളി നന്നായി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള 3 പച്ചമുളക് കൂടി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് ഒന്ന് വറുത്ത് പൊടിക്കണം. അതിനുവേണ്ടി ചൂടായ ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകിന്റെ കൂടെ തന്നെ ഉലുവ കൂടി ചൂടാക്കി പൊടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ അച്ചാറിലേക്ക് ഉലുവപ്പൊടി പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ചെറുതീയിൽ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്നതാണ് പാകം. ഇപ്പോ കടുകൊക്കെ നന്നായി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പൊ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾക്ക് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ എങ്ങനെയായി എന്ന് നോക്കാം. മാങ്ങയിൽ നിന്നൊക്കെ നന്നായി വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മൾ അച്ചാറിടേണ്ടത്. ഇനി നമ്മൾക്ക് അച്ചാറിടാൻ തുടങ്ങാം. ചൂടായ ഒരു പാനിലേക്ക് നമ്മൾക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അച്ചാർ ഇടുമ്പം എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതാവുമ്പം അച്ചാർ കുറച്ചു കാലം കൂടെ കേടാവാതിരിക്കും. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളിയൊന്നും ഒരുപാട് കരിഞ്ഞു പോവാതെ നന്നായി ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇപ്പോ വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അഥവാ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്തതിന് ശേഷം മസാലപ്പൊടികളൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരിക്കലും കരിഞ്ഞു പോവാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓൾറെഡി വറുത്തതായതുകൊണ്ട് തന്നെ മസാലപ്പൊടികൾ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഒരുപാടിട്ട് വഴറ്റേണ്ട കാര്യമില്ല. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞുപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മാങ്ങ ഈ മസാലപ്പൊടികളിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. അഥവാ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസ് ആവശ്യമാണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളമോ ചൂടുവെള്ളമോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒരുപാട് കാലം കേടാവാതിരിക്കുന്ന ഒരു അച്ചാറാണ്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വെള്ളം ചേർക്കാതെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. അവസാനമായി നമ്മൾക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളിക്കനുസരിച്ച് നിങ്ങൾക്ക് വിനാഗിരിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്.
ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ വളരെ രുചികരമായിട്ടുള്ള കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറച്ചുകൂടി ഒന്ന് ലൂസ് ആവുകയും കുറച്ചും കൂടി ഒന്ന് നല്ല കളറായി വരികയും ചെയ്യും. ഇത് ഒരു ദിവസം വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അച്ചാർ നന്നായി തണുത്തതിന് ശേഷം നമ്മൾക്കിത് വെള്ള നനവില്ലാത്ത കുപ്പികളിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.